പുതിയ സർക്കാരിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുകയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. 2017 സുപ്രീം കോടതി വിധി നടപ്പാക്കി കിട്ടണം. ഇനി 360 പള്ളികളിൽ കൂടി നടപ്പാക്കേണ്ടതുണ്ട്. 60-ലധികം പള്ളികളിൽ പിണറായി സർക്കാർ നടപ്പാക്കി. വിധി നടപ്പാക്കിയ പള്ളികളിൽ സമ്പൂർണ്ണ സമാധാനവും രാജ്യത്ത് അംഗീകൃത വരവ് ചെലവ് കണക്കുകളും യഥാവിധി സ്ഥാപിക്കപ്പെട്ടു. അല്ല എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെല്ലാം വിഫലമായി. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 60-ലധികം പള്ളികളിലാണ് വിധി നടപ്പിലാക്കിയത്. ആദ്യം വലിയ ആവേശത്തിൽ വിധി നടപ്പിലാക്കിയെങ്കിലും പിന്നെ ആ ആവേശമൊക്കെ കുറഞ്ഞ് ഒന്നും നടക്കാതെ വന്നു. ഇനി ആകെ കൂടിയുള്ള പ്രതീക്ഷ സതീശൻ സർക്കാരിലാണ്. രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠം തന്ന അന്തിമ വിധി അത് നടപ്പാക്കാൻ സതീശൻ സർക്കാർ തയ്യാറാകണം. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും കോടതി വിധി നടപ്പാക്കുന്നതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് വി.ഡി. സതീശൻ. മലങ്കര സഭയുടെ പള്ളികൾ സഭയ്ക്ക് അവകാശപ്പെട്ടതാണ്. ആ പള്ളികളെല്ലാം 934 ഭരണഘടന പ്രകാരം ഭരിക്കപ്പെടണം. ഇവിടെയുള്ള നക്കാപ്പിച്ച പിണിയാളുകളെ വെച്ച് യാക്കോബായ സഭയുടെ എംബ്ലവും കൊടിയും ഇവിടുത്തെ ഓർത്തഡോക്സ് പള്ളികളിൽ സ്ഥാപിച്ചാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഭാരതത്തിലെ മാർത്തോമൻ നസ്രാണി ദേവാലയങ്ങൾ വിദേശിക്ക് സ്വന്തമാകുന്ന അതിവിചിത്രമായ സാഹചര്യം പരിഷ്കൃത നിയമവാഴ്ചയുള്ള പരമാധികാര രാജ്യത്ത് ഭരണാധികാരികൾക്ക് തന്നെ അപമാനമാണ്. അക്രമങ്ങളിലൂടെ പിടിച്ചെടുക്കുന്ന ഓർത്തഡോക്സ് പള്ളികളിൽ നട അട നട തുറ എന്നിങ്ങനെ അക്രൈസ്തവമായ ആചാരങ്ങൾ ഏച്ചുകെട്ടി ദേവാലയങ്ങൾ യാക്കോബായ മതത്തിന്റേത് എന്ന തെറ്റിദ്ധാരണ പൊതുബോധത്തിൽ സ്ഥാപിക്കുന്ന വക്രബുദ്ധിയിലും എതിർ വിഭാഗത്തിന് വിജയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അട്ടിമറിച്ച് ലംഘിക്കപ്പെടുന്ന അപകടകരമായ കീഴ്വഴക്കവും പുതിയ തീവ്രവാദ പ്രവണതകളും തടയുക എന്നത് ജനാധിപത്യ സർക്കാരിന്റെ അടിസ്ഥാന ചുമതലയാണ്. യാക്കോബായ മതക്കാരുടെ സ്വന്തം പള്ളികൾ കോടതി ലിസ്റ്റിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് എപ്രകാരം സംഭവിച്ചുവെന്ന് വിശ്വാസികളോട് പറയേണ്ടത് അവരുടെ നേതൃത്വമാണ്. ഓർത്തഡോക്സ് സഭ എന്തു പിഴച്ചു? ഈ വിഷയം യാക്കോബായ മതക്കാർ കോടതിയെ കൂടി ബോധ്യപ്പെടുത്തണമായിരുന്നു. എല്ലാ വശങ്ങളും രേഖകളും തലനാരിഴ കീറി മുറിച്ച് പരിശോധിച്ചാണ് സുപ്രീം കോടതി അന്തിമ വിധി പുറപ്പെടുവിപ്പിച്ചത്. ഓർത്തഡോക്സ് പള്ളികളിൽ പതിറ്റാണ്ടുകളും നൂറ്റാണ്ടുകളുമായി അട്ടിമറിക്കപ്പെട്ട നിയമവാഴ്ചയും കണക്കുകളില്ലാത്ത ഭണ്ഡാരക്കൊള്ളയും ഒറ്റ രാത്രി കൊണ്ട് അവസാനിപ്പിച്ച് അധികാരികൾക്ക് താക്കോൽ കൈമാറി കോടതി വിധി സുസ്ഥാപിതമാക്കാനാവുന്ന ദൈവിക നീതി മാത്രമാണ്. യഥാർത്ഥ യാക്കോബായിയിൽ ഈ യാക്കോ മതം ഒരു നാനോ ന്യൂനപക്ഷം മാത്രമാണ്. ബന്ധനത്തിലായ യഥാർത്ഥ വിശ്വാസികളെ രക്ഷിക്കേണ്ടത് സർക്കാരിന്റെ കൂടി ചുമതലയാണ്. ആയതിലേക്കാണ് കോടതിയുടെ അറുത്തുമുറിച്ച വിധി. 1934 ഭരണഘടനയും 2017 സുപ്രീം കോടതി വിധിയും സ്വീകരിച്ച് മാതൃസഭയുടെ അവിഭാജ്യ ഭാഗമാകുന്നതിന് യാക്കോ മതം അവതരിപ്പിക്കുന്ന വിശ്വാസം എന്ന കാരണം കേവല ഫലിതം മാത്രമാണ്. അത് വ്യാജമെന്ന് മനസ്സിലാക്കാത്തവർ 1-ാം നൂറ്റാണ്ട് മുതൽ നസ്രാണിമാരെ കാണുന്ന കേരളത്തിലുണ്ടാകാൻ ഇടയില്ല.